പാചകരസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. ചക്കയാണ്. നമ്മുടെ നാടൻ ചക്ക കൊണ്ട് ഒരു പുഴുക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അതിന് കുറച്ച് ചുളയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ചുള തന്നെയല്ല ഇട്ടിരിക്കുന്നത്. ഈ ചക്കയുടെ ഈ ഭാഗം ചെത്തിയെടുത്ത് ഈ ഭാഗം കൂടി, ഈ വെളുത്ത ഭാഗം കൂടെ ഇട്ടിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു ഭാഗവും കളയേണ്ടതില്ല. കുരുവാണേലും ഒക്കെ ഇടാം. എല്ലാം ഇത് ഇതായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഇതിൻ്റെ ചക്കയുടെ എല്ലാ ഭാഗവും ഇതിനകത്ത് ഇടാവുന്നതാണ്. അതുമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്ര ഇട്ട് ഇത് അടുപ്പേ വെച്ച് 2 വിസിലടിക്കണം. അടുപ്പിച്ചെടുത്തിട്ട് ബാക്കി ചേർക്കാം. ഇനി കുക്കർ അടയ്ക്കാം. രണ്ട് വിസിലടിച്ചിട്ട് എടുക്കാം. ഇതിനെ ചതയ്ക്കാനായിട്ട്, തോരനായിട്ടാണ് ചതയ്ക്കേണ്ടത്. അതിനാവശ്യമായിട്ട് ഒരു മുറി തേങ്ങയുണ്ട്, 5-8 കഷ്ണം ഉള്ളിയുണ്ട്, കുറച്ച് വെളുത്തുള്ളിയുണ്ട്, പച്ചമുളക്. ഇനി ഒരു ടീസ്പൂൺ ജീരകം കൂടെ ഇതിൻ്റെ കൂടെ ചതച്ചെടുക്കണം. അതിന് ചതച്ചുകൊണ്ട് വരാം. ഇതിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. അരപ്പ് ചതയ്ക്കുന്നതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ വിടും. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി 2 തണ്ട് കരിവേപ്പില ചതയ്ക്കുന്നതിലിടാം. ഉള്ളി പിന്നെ ചതയ്ക്കുന്നുള്ളൂ. ഇത്ര ഇട്ടൊന്ന് ചതച്ചെടുക്കാം. വെന്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. ഇളക്കയൊക്കെ ഇട്ട് നോക്കാം. ചക്ക വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, കരിവേപ്പില, ജീരകം ഇത്രയും കൂടെ അരച്ച് ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒന്നുകൂടെ അടുപ്പേ വെക്കണം. ഈ അരപ്പിൻ്റെ ചുവ മാറാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്നുകൂടെ അടുപ്പയിലേക്ക് വയ്ക്കുക. തിളച്ചിട്ടുണ്ട്. ഒന്ന് ആവി കയറിയാൽ മതി. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കരിവേപ്പിലയും ഇടാം. കുറച്ച് കറിവേപ്പില ഇടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിനകത്ത് കടുക് വറക്കുകയില്ല, പുഴുക്ക് കടുക് വറക്കുകയില്ല. ഇതുപോലെ വെളിച്ചെണ്ണയും കരിവേപ്പിലയും ഇട്ട് താക്കുകയേ ചെയ്യുള്ളൂ.
ഇനി ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ചക്കയുടെ ചുള മാത്രമല്ല, അതിൻ്റെ കുരുവും കുറച്ച് കുരുവും എടുത്തു. അതിൻ്റെ ആ മടലിൻ്റെ ഉൾവശത്തുള്ള വെളുത്ത ഭാഗവും എടുത്തു. ഇതെല്ലാം എന്നാലേ ഒരു കനം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ചുള എളുപ്പം അങ്ങ് അവിഞ്ഞ് വെന്തു പോവും. അതും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കടിക്കാനൊക്കെ കിട്ടും. അതുകൊണ്ട് ചക്കയുടെ ഒരു ഭാഗവും മോശമായിട്ടില്ല, എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം കൂടി ഇട്ട് ഒരു പുഴുക്കാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്